ടെക് വാർത്തകളിലേക്ക്. ഭാരതി എയർടെലിന് പിന്നാലെ ജിയോയും ഇലോൺ മസ്കുമായി സഹകരണത്തിൽ ഏർപ്പെട്ടതോടെ രാജ്യത്ത് സ്പേസ് എക്സിന്റെ സേവനങ്ങൾക്ക് ഉയർന്ന വില നൽകേണ്ടി വരും. ജിയോയ്ക്ക് പിന്നാലെ എയർടെൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. സ്പേസ് എക്സിന് ഇന്ത്യയിൽ സാറ്റലൈറ്റ് സേവനങ്ങൾക്കുള്ള ലൈസൻസ് ലഭിക്കുന്നതിനുള്ള പ്രക്രിയ അതിവേഗത്തിലാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സ്പെക്ട്രം ഉപയോഗ ചാർജ് നൽകേണ്ടി വരുന്നതിനാൽ ടെറസ്ട്രിയൽ സർവീസുകളെ അപേക്ഷിച്ച് സേവനങ്ങളുടെ വില കൂടുതലായിരിക്കും. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ലൈസൻസിംഗും സ്പെക്ട്രം വിലനിർണ്ണയവും സംബന്ധിച്ച് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് മേഖലയിൽ സർക്കാർ ന്യായമായ മത്സരം ഉറപ്പാക്കണമെന്ന് വാദിച്ചുകൊണ്ട് 2 ടെലികോം കമ്പനികളും സ്പേസ് എക്സിനെതിരെ രംഗത്ത് വന്നത്. അതേസമയം 2 ടെലികോം കമ്പനികളും സ്പേസ് എക്സുമായി ചേർന്നിട്ടുണ്ടെങ്കിലും ഈ പ്രശ്നം ഒരു തരത്തിലും പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. എയർടെൽ, ജിയോ എന്നിവയുടെ നിലവിലുള്ള ഔട്ട്ലെറ്റുകൾ വഴി സ്പേസ് എക്സ് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കുമെന്നാണ് സൂചന. ഇതിലൂടെ സ്പേസ് എക്സിന് സേവനങ്ങൾ വിൽക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഫ്ലിപ്കാർട്ട് സ്ഥാപകൻ ബിന്നി ബൻസാൽ പുതിയ സ്റ്റാർട്ടപ്പ് ആരംഭിച്ചു. ഉപഭോക്തൃ ബ്രാൻഡുകൾക്ക് ഏഷ്യയിലുടനീളം അവരുടെ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കാൻ സഹായിക്കും. ബിന്നി ബൻസാൽ തന്റെ പുതിയ സ്റ്റാർട്ടപ്പ് ഒപ്ട്രയിൽ ഫാഷൻ, ലൈഫ്സ്റ്റൈൽ, ഹോം, കിച്ചൺ ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ബ്രാൻഡുകളെ ഏഷ്യൻ വിപണികളിൽ വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഫ്രാഞ്ചൈസിംഗ് ബിസിനസ്സുകൾ ഉൾക്കൊള്ളുന്ന ഒരു സാങ്കേതിക വിദ്യാധിഷ്ഠിത കമ്പനിയാണിത്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്വിഗ്ഗി എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന എക്സിക്യൂട്ടീവുകളെയും കമ്പനിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാതൃസ്ഥാപനമായ ഒപ്ട്രയുടെ കീഴിൽ എക്സ്പോറിയോ, ടെറാസ്പാൻ എന്നീ 2 ഫ്രാഞ്ചൈസി ബിസിനസ്സുകൾ ഇതിനകം പ്രവർത്തനം ആരംഭിച്ചതായി കമ്പനി അറിയിച്ചു. GCC മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഫാഷൻ, ലൈഫ്സ്റ്റൈൽ ബ്രാൻഡുകളെയാണ് എക്സ്പോറിയോ ലക്ഷ്യമിടുന്നത്. അതേസമയം ടെറാസ്പാൻ ഇന്ത്യ, GCC, തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഹോം, കിച്ചൺവെയർ ബ്രാൻഡുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഏഷ്യ കേന്ദ്രീകരിച്ചാണ് കമ്പനി ആരംഭിക്കുന്നതെങ്കിലും ലോകമെമ്പാടുമുള്ള എല്ലായിടത്തും ബ്രാൻഡുകൾ എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ബൻസാൽ പറഞ്ഞു. ക്യൂർ ഫുഡ്സ്, ആദർ എനർജി തുടങ്ങിയ കമ്പനികളെ പിന്തുണച്ചിട്ടുള്ള നിക്ഷേപ ഫണ്ടായ 3 സ്റ്റേറ്റ് വെഞ്ചേഴ്സിന്റെയും തലവനാണ് ബൻസാൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ക്രിപ്റ്റോ തട്ടിപ്പിൽ അമേരിക്ക തിരിയുന്ന ലിത്വാനിയൻ സ്വദേശി കേരളത്തിൽ അറസ്റ്റിൽ. 8.3 ലക്ഷം കോടി രൂപയുടെ തട്ടിപ്പ് കേസിലെ പ്രതിയെയാണ് കേരള പോലീസ് അറസ്റ്റ് ചെയ്തത്. അലക്സേജ് ബെസിയോക്കോവിനെ CBIയും കേരള പോലീസും ചേർന്ന് തിരുവനന്തപുരത്ത് നിന്നാണ് പിടികൂടിയത്. റാൻസംവെയർ, കമ്പ്യൂട്ടർ ഹാക്കിംഗ്, മയക്കുമരുന്ന് ഇടപാടുകൾ തുടങ്ങിയ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം വെളുപ്പിക്കുന്നതിനായി ഗ്യാരൻഡെക്സ് എന്ന പേരിൽ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് നടത്തിവരികയായിരുന്നു പ്രതി. ഇന്ത്യ വിടാൻ പദ്ധതിയിടുമ്പോഴാണ് ബെസിയോക്കോവിനെ അറസ്റ്റ് ചെയ്തതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ 6 വർഷം ഗ്യാരൻഡെക്സിനെ നിയന്ത്രിച്ചിരുന്നത് ബെസിയോക്കോവാണെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ രേഖകളിൽ പറയുന്നു. ക്രിപ്റ്റോ കറൻസിയിലുള്ള കുറഞ്ഞത് $900 കോടി ഇടപാടുകളാണ് ഗ്യാരൻഡെക്സിനെ ഉപയോഗിച്ച് വെളുപ്പിച്ചത്. ഭീകര സംഘടനകൾ ഉൾപ്പെടെ അന്തർദേശീയ ക്രിമിനലുകൾ സംഘടനയുടെ കള്ളപ്പണ ഇടപാടുകളാണ് ഇത്തരത്തിൽ നിയമവിരുദ്ധമായി വെളുപ്പിച്ചത്. ക്രിമിനൽ ഇടപാടുകളിലൂടെ ഗ്യാരൻഡെക്സിന് കോടിക്കണക്കിന് രൂപയാണ് വരുമാനമായി ലഭിച്ചത്. ഹാക്കിംഗ്, റാൻസംവെയർ, തീവ്രവാദം, മയക്കുമരുന്ന് കടത്ത് എന്നിവയുൾപ്പെടെയുള്ള വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ഇത് ഉപയോഗിച്ചതായും അമേരിക്കൻ രേഖയിൽ പറയുന്നു. ഗ്യാരൻഡെക്സിന്റെ സാങ്കേതിക അഡ്മിനിസ്ട്രേറ്ററായിരുന്നു ബെസിയോക്കോവ്. പ്ലാറ്റ്ഫോമിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതും ഇടപാടുകൾ അവലോകനം ചെയ്തതും പ്രതിയായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. 2035ഓടെ ഇന്ത്യയിൽ 1 ദശലക്ഷം സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുമെന്ന ഇൻഫോസിസ് സഹസ്ഥാപകൻ നന്ദൻ നിലേകനി. ഫണ്ട് ചെയ്ത 2000 സ്റ്റാർട്ടപ്പുകളിൽ 100 യൂണിക്കോണുകൾ സൃഷ്ടിക്കപ്പെട്ടതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ന് 1,50,000 സ്റ്റാർട്ടപ്പുകൾ 20% സംയുക്ത വാർഷിക വളർച്ചാ നിരക്ക് കാണിക്കുന്നതായി നന്ദൻ നിലേകനി പറഞ്ഞു. ഫണ്ട് ചെയ്ത 2000 സ്റ്റാർട്ടപ്പുകളിൽ 100 കമ്പനികൾ യൂണിക്കോണുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. 2035ഓടെ ഇന്ത്യ 8% വാർഷിക വളർച്ചാ നിരക്ക് കൈവരിക്കാനും $8 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി മാറാനുമുള്ള ആശയം അദ്ദേഹം വിശദീകരിച്ചു. 6% വളർച്ചാ നിരക്ക് പ്രശംസനീയമാണെങ്കിലും ജീവിത നിലവാരം ഉയർത്തുന്നതിനും പുരോഗതി ത്വരിതപ്പെടുത്തുന്നതിനും കേന്ദ്രീകൃതമായ ശ്രമം ആവശ്യമാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്ത്യയുടെ സമ്പത്തിന്റെ 50% ഭൂമിയിലാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സ്റ്റാർട്ടപ്പ് വളർച്ച സുസ്ഥിരമാകണമെങ്കിൽ ഇന്ത്യ ആഭ്യന്തര മൂലധനം വർദ്ധിപ്പിക്കണമെന്ന് സംരംഭകർ. സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപിക്കുന്നതിൽ നിന്ന് നിയന്ത്രണ തടസ്സങ്ങൾ കമ്പനികളെ നിരുത്സാഹപ്പെടുത്തുന്നുവെന്നും വിലയിരുത്തൽ. 2024 $12 ബില്യൺ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ നേട്ടം. എന്നാൽ മൂലധനത്തിന്റെ 85% വിദേശ നിക്ഷേപകരിൽ നിന്നാണ്. അതേസമയം ആഭ്യന്തര സംഭാവനകൾ വെറും 15% മാത്രമാണ്. ദീർഘകാല വളർച്ച നിലനിർത്താൻ വർദ്ധിച്ച ആഭ്യന്തര നിക്ഷേപം, നിയന്ത്രണ പരിഷ്കാരങ്ങൾ, വേഗത്തിലുള്ള ഫണ്ടിംഗ് പ്രക്രിയകൾ എന്നിവ ആവശ്യപ്പെടുകയാണ് വ്യവസായ പ്രമുഖർ.
ബിസിനസ്സുകൾ സ്കെയിൽ ചെയ്യുന്നതിൽ പിന്തുണ, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ മുൻഗണനകളുമായും സാമ്പത്തിക മാറ്റങ്ങളുമായും പൊരുത്തപ്പെടുന്നതിനുള്ള മാർഗനിർദ്ദേശം എന്നിവ ആവശ്യമാണെന്നും വ്യവസായ ലോകം ആവശ്യപ്പെടുന്നു. സംരംഭകരെ പ്രാപ്തരാക്കുന്നതിൽ വ്യാവസായിക പങ്കാളികൾ വലിയ പങ്ക് വഹിക്കുന്നുവെന്നും വ്യവസായികൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.